വയനാട് വടക്കനാട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഭീതി പരത്തുന്ന കൊലയാളി കാട്ടാന മുട്ടിക്കൊമ്പനെ പിടികൂടാനുള്ള വനംവകുപ്പിന്റെ ദൌത്യം ഇന്ന് 7ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ രാവിലെ വള്ളുവാടി മാടക്കുണ്ട് ഉന്നതിക്ക് സമീപമുള്ള ഉൾവനത്തിൽ മുട്ടിക്കൊമ്പനെ കണ്ടെത്തി വെടിയുതിർത്തെങ്കിലും കൊമ്പൻ ഓടി മറഞ്ഞതോടെ മയക്കുവെടി ലക്ഷ്യം തെറ്റുകയായിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും തിരച്ചിലും മയക്കുവെടി നടപടികളും പുനരാരംഭിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. ദീപക് മോഹൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ദീപക്, കഴിഞ്ഞ 7 ദിവസങ്ങളായി നമുക്കറിയാം വലിയ പ്രതീക്ഷയോടെയാണ് ഈ ദൗത്യം ഓരോ ദിവസവും ആരംഭിക്കുന്നത് വനംവകുപ്പ്. പക്ഷേ അവസാനം മുട്ടിക്കൊമ്പനെ പിടികൂടാനാകാതെ ആ ദൗത്യം അവസാനിക്കുകയാണ് ഓരോ ദിവസവും. ഇന്നിപ്പോൾ 7ാം ദിവസത്തിൽ എത്തി നിൽക്കുന്നു. ഇന്നത്തെ വനംവകുപ്പിന്റെ ആക്ഷൻ പ്ലാൻ എങ്ങനെയായിരിക്കും? ഒരുപക്ഷെ ഇന്നുകൂടി പിടിക്കാനായില്ലെങ്കിൽ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമോ നാട്ടുകാർ? ആര്യ വടക്കനാട് ഇറങ്ങിയ ഈ മുട്ടിക്കൊമ്പന് വേണ്ടിയുള്ള തിരച്ചിൽ വനംവകുപ്പ് 7 ദിവസമായി സർവ്വ സന്നാഹങ്ങളും ഒരുക്കി നടത്തുകയാണ്. 100-ലധികം വരുന്ന വനംവകുപ്പ് ജീവനക്കാർ, ഒപ്പം 4 കുങ്കിയാനകൾ, മയക്കുവെടി സംഘം, വെറ്റിനറി ടീം അടക്കമുള്ള ആളുകൾ മേഖലയിലുണ്ട്. ഇന്നലെ കാട്ടാനയെ മയക്കുവെടി വെക്കുന്നതിനായി ഉൾവനത്തിലെത്തിയ മയക്കുവെടി സംഘത്തിന് കാട്ടാന ശരവേഗത്തിൽ കാട്ടിനുള്ളിലൂടെ പോകുന്നതിനാൽ തന്നെ മയക്കുവെടി ദൗത്യം ലക്ഷ്യം കണ്ടില്ല. മയക്കുവെടി ദൗത്യം ദുഷ്കരമായിരുന്നു. പിന്നീട് ആ കുങ്കികളെ എത്തിച്ച് ഈ കാട്ടാനയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം നടത്തിയത്. ഈ കാട്ടാനയ്ക്കൊപ്പം മറ്റ് 2 ആനകൾ കൂടി ഉണ്ടായിരുന്നതും ഈ മയക്കുവെടി ദൗത്യം ദുഷ്കരമാകുന്നത് കാരണമായി എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. ഇന്നലെ രാത്രി തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് കാട്ടാനയുടെ സഞ്ചാരപഥം നിരീക്ഷിച്ചിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി ഈ വടക്കനാടിനടുത്തുള്ള ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന വനത്തിൽ കാട്ടാനയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എങ്ങനെയാണ് ഈ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നതിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ഒരു ആക്ഷൻ പ്ലാനുമായി കാട്ടാനയെ പിടികൂടാനായി ഇറങ്ങുക. ഏതായാലും പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയുണ്ട്. കാരണം ക്ഷീര കർഷകരടക്കമുള്ള കർഷകരും കുട്ടികളുമൊക്കെ ഈ മേഖലയിലൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. പക്ഷേ ഈ മുട്ടിക്കൊമ്പന്റെ സാന്നിധ്യം ഉണ്ടായതിനു ശേഷം ആളുകൾ വലിയ ഭയത്തോടും ആശങ്കയോടും കൂടിയാണ് കഴിയുന്നത്. കാട്ടാനെ എത്രയും വേഗം പിടികൂടണം എന്ന് തന്നെയാണ് നാട്ടുകാർ നിരവധി തവണയായി ആവശ്യപ്പെടുന്നത്. പക്ഷേ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഷ്കരമായ ദൗത്യമാകുന്നു. വൈകിട്ടോടുകൂടി കാട്ടാനെ ലൊക്കേറ്റ് ചെയ്യുമ്പോഴേക്കും രാത്രി ദൗത്യം ദുഷ്കരമാകുന്നതിനെ തുടർന്നാണ് വനംവകുപ്പ് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാതെ വൈകിട്ടോടുകൂടി അവസാനിപ്പിക്കുന്നത്. ഏതായാലും ഇന്ന് 10 മണിക്ക് മുമ്പായിട്ട് വനംവകുപ്പ് ദൗത്യത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ അല്ലെങ്കിൽ നടപടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വടക്കനാട് നിവാസികളും ഒപ്പം വയനാട്ടിലെ വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ. ആര്യ, സുധി.